ഇത് ഭയങ്കര ലാഭമാണ്, ഭയങ്കര ഈസിയാണെന്ന് കരുതിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത്. നല്ലോണം റിസ്ക് ഉണ്ട്, നല്ലോണം ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. പട്ടുനൂൽപ്പുഴു വളർത്തലിന്റെ ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ 8 മണി കഴിഞ്ഞു. എന്താ പരിപാടി? ഇന്ന് നമ്മള് 3-ാമത്തെ ദിവസമല്ലേ? സമയം ഇതുണ്ടല്ലേ, നമ്മളിപ്പോ 3 ദിവസം കൊണ്ട് പുഴു ഇത്ര വലുതായി. 3 ദിവസം കൊണ്ട്. ഇപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഇതിന്റെ സൈസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ 3 ദിവസത്തെ വളർച്ചയാണ്. ആ ബട്ടനക്കായി അത്യാവശ്യം സൈസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മൊത്തം ഫില്ലായി തുടങ്ങിയല്ലേ? നീ പെട്ടെന്ന് സൈസ് ആവും, കൂടുതൽ തീറ്റ എടുത്തുകൊണ്ടിരിക്കല്ലേ. ഇത് നമ്മൾ ശരിക്കും 5 ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഇതിങ്ങനെ ശരിക്ക് റാക്ക് ഫുള്ള് നീളത്തിൽ വെക്കാൻ. പിന്നെ തീറ്റ കൊടുക്കാനുള്ള സൗകര്യത്തിന് ഒരുമിച്ച് വെച്ചതാണ്. ഒക്കെ തിങ്ങിപ്പോയി, തീരെ ഗ്യാപ്പില്ല. ഇനിയിപ്പോ പകർത്തണത് അപ്പൊ അങ്ങനെ ഒരു പണി വരുമല്ലേ? പകർത്തിയിട്ടില്ലെങ്കിൽ സൈസ് കുറയാം, പുഴുക്കള്, പിന്നെ അസുഖം കൂടും. നമ്മൾ ഇന്ന് നല്ല തണുപ്പാണ്. പിന്നെ ഡെയിലി അടിച്ചു കൊടുക്കേണ്ടതാണ് ചുണ്ണാമ്പ്. ഇന്നലെ ഇത് ഓരോ തീറ്റ കൊടുക്കുന്നതിന് മുമ്പും ചുണ്ണാമ്പ് അടിച്ചു കൊടുക്കണ്ട? അല്ല, ഡെയിലി രാവിലെ അടിച്ചാൽ മതി. തീറ്റ കൊടുക്കുന്ന മുമ്പേ. നമ്മൾ ഇന്നലെ അടിച്ചിട്ടില്ല, അവിടെ ഒന്ന് ആദ്യം തന്നെ ചെയ്യുക. അത് അടിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തീറ്റ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആരെങ്കിലും ഇത് കണ്ട് അനുകരിക്കാൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കർഷകന്റെ കൂടെ നിന്ന് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കരുത്. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു പുതിയ അറിവാല, മലയാളികൾക്ക് അധികം പരിചയമില്ലാത്തൊരു കൃഷിയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരും എടുത്തു ചാടിയിട്ട് കൃഷി അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ചുണ്ണാമ്പ് കൊടുക്കല്ലേ? വോൾട്ട് ആവണത് 3-ാമത്തെ ദിവസം. ഇന്ന് 6-ാമത്തെ തീറ്റയാണ് ഇപ്പൊ കൊടുക്കാൻ പോണത്. 6-ാമത്തെ തീറ്റ ചുണ്ണാമ്പ് തട്ടി കൊടുക്കും. ഇത് തട്ടി കൊടുത്തവർക്ക് നല്ലൊരു പ്രതിരോധ ശേഷിക്കൊക്കെ വേണ്ടിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. ഈ ഒരു ബാച്ച് 65 DFL ഉള്ളൂ. അപ്പൊ ഒരു 200-500 DFL ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടാവുമല്ലോ അല്ലേ? അത്യാവശ്യം നല്ല പണിയുണ്ട്, അത്യാവശ്യം പൈസയും കിട്ടും നല്ലപോലെ നോക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മള് ചുണ്ണാമ്പ് അടിക്കുന്ന പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇടാം. ഇപ്പൊ 8:15 നമുക്കൊരു 8:45 തീറ്റ കൊടുക്കാം. അതോടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ മോൾട്ടിങ് ആവുകയാണെങ്കിൽ നമുക്ക് ഇനി നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ തീറ്റ കൊടുത്താൽ മതി. ഇതിപ്പോ 200 DFL ചെയ്യുകയാണെങ്കിലും ചെറിയ പണിന്റെ വ്യത്യാസം ഒരേ മെനക്കെട തന്നെയാണ്. 200 ആണെങ്കിലും 50 ആണെങ്കിലും ഒക്കെ ഒരേ മെനക്കെട. ഇത് നമ്മള് സിൽക്ക് നൂലിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിന്റെ പാരസ്റ്റോക്കായിട്ട് ഇതിന്റെ സീഡ് വരുന്നുണ്ട്. അത് ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസത്തിനേക്കാൾ കുറച്ചും കൂടി റിസ്ക് കൂടിയ കൃഷിയാണ്. പക്ഷെ അത് നല്ല വില ഉണ്ട്. അതൊരു കിലോന് 1300 രൂപ വരെയൊക്കെ കിട്ടും. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ചെയ്യാറില്ല. കുറച്ച് റിസ്ക് ഉണ്ട്, കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത് തുടക്കക്കാർക്ക് കൊടുക്കൂല. ഇത് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ ചെയ്യാനുള്ള അനുമതി. ലൈസൻസ് ഇതൊക്കെ സെപ്പറേറ്റ് ലൈസൻസ് അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കാണിച്ച് വിജയിച്ചവർക്ക് അത് കൊടുക്കുള്ളൂ. അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കൂല. സമതേ നമ്മള് കവാത്ത് കഴിഞ്ഞിട്ട് മൾബറി ചെടിയൊക്കെ കവാത്ത് കഴിഞ്ഞിട്ട് അതിന്റെ കച്ചറ വിളിച്ചിട്ട് നമ്മള് ലേബേഴ്സിനെ വിളിച്ചതാണ്. 3 പേരുള്ളൂ. ചെറിയ കൂലിക്ക് അവര് നമുക്ക് എല്ലാം ചെയ്തു തരും. നല്ല ഡീസന്റ് ടീം. എപ്പോഴാണ് അവരെത്തിയത്? ഇവര് രാവിലെ 7 മണി. 7 മണിക്ക്. 7 മണി മുതൽ എത്ര മണി വരെ? 5 മണി വരെ എടുക്കും. 5 മണി വരെ. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഉപ്പുമാവ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യല്ലേ? നമുക്ക് കഴിക്കാനുള്ള ചില ആളുകൾ നമ്മള് ഉണ്ടാക്കുന്നത് കഴിക്കൂല, ഇവിടെയുള്ള ആൾക്കാർ. പക്ഷെ ഇവര് പറഞ്ഞ നിങ്ങൾ ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോളെ, ഞങ്ങൾ കഴിച്ചോളാന്ന് പറയല്ലേ? ഇവർക്ക് എങ്ങനെ കൂലിയൊക്കെ എങ്ങനെ? കൂലി 350. രാവിലെ 7 മണി മുതൽ 2 മണി വരെ എടുക്കുന്നവരുണ്ട്. ഇവർ 5 മണി വരെ എടുക്കുന്നവർ ഇവർക്ക് 400 കൊടുക്കും. 400 കൊടുക്കും അല്ലേ? ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കും. ഉമ്മാവ് ചെയ്ത് നമ്മൾ ഇനി അരമണിക്കൂർ അതിന് തീറ്റ കൊടുക്കുക. ഇത് ഭയങ്കര ലാഭമാണ്, ഭയങ്കര ഈസിയാണെന്ന് കരുതിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത്. നല്ലോണം റിസ്ക് ഉണ്ട്, നല്ലോണം ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു വരുമാനം ഉണ്ടാവും. എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ്. അപ്പൊ കുമ്മായിട്ട് കഴിഞ്ഞതിന് ശേഷം തീറ്റ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.